ഹലോ. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണേ. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് 4 മണിക്കൂർ ഫിജി എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഫിജിയുടെ ക്യാപിറ്റലായിട്ടുള്ള നാദി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയത്. ഈ ഫ്ലൈറ്റ് ഒരു ചെറിയ ഫ്ലൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രൂ എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സർവീസ് എല്ലാം അടിപൊളിയായിരുന്നു. നാദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ചൂടായിരുന്നു വെതർ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 30-35 ഡിഗ്രീസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് പോരുമ്പോൾ അവിടെ ഒരു 15-20 ഡിഗ്രീസാണ്. ഈവൻ ദോ ക്രൈസ്റ്റ് ചർച്ചിൽ സമ്മർ ആയിരുന്നെങ്കിലും ന്യൂസിലൻഡിൽ സമ്മർ ആണെങ്കിലും അതായിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഭയങ്കര ചൂടായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏടംകുട്ടിനൊക്കെ പെട്ടെന്ന് ചൂടായി ചുമന്നു പോയി. ലിയമിന് അത്ര വലിയ ഡിഫറൻസ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവൻ ചുമ്മാ ഓടി നടക്കുമായിരുന്നു. ഇതിന് മുമ്പ് ഒരിക്കലും വന്നിട്ടുള്ളത് കൊണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഏകദേശം ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഈ 2 വലിയ ഫാനാണ് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത്. എയർപോർട്ടിൽ 2 ഫാൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ വലുത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ ഈ ഫിജിയിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഫിജി അധികം കണ്ടിട്ടില്ല. വന്ന സമയത്തും എനിക്കിതിങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഫ്ലവേഴ്സ്, നമുക്ക് ചക്ക, തേങ്ങ, മാങ്ങ, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഏത്തപ്പഴം, അതെല്ലാം ഇവിടെ കിട്ടും. പക്ഷേ എങ്കിലും നമുക്ക് കേരളമായിട്ട് വളരെ സിമിലറായിട്ട് തോന്നും. ഇവിടുത്തെ വെജിറ്റേഷൻസ്, ഇവിടുത്തെ ചെടികളെല്ലാം നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ തോന്നും. പക്ഷേ എങ്കിലും ഇവരുടെ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളെല്ലാം വളരെ ഡിഫറൻറ്റുമാണ്. അപ്പോൾ 11 വർഷം മുമ്പ് ന്യൂസിലൻഡിൽ വന്ന സമയത്താണ് ഫിജിയൻ ഇന്ത്യൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അന്നത്തെ വിവരക്കുറവ് കൊണ്ടാണ്. എനിവേസ് അന്ന് തൊട്ട് ആ ഒരു ടൈം തൊട്ട് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ഫിജിയൻ ഇന്ത്യൻ ഫ്രണ്ട്സ്. അവരുടെ അടുത്ത് നിന്നെല്ലാം നമ്മളിത് ചോദിച്ചു മനസ്സിലാക്കി. ഞാനിതിൻ്റെ ഹിസ്റ്ററി, കൾച്ചറെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് അതെനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. ഇറ്റ് ഓൾ ഗോസ് ബാക്ക് ടു ദി ഡേയ്സ് ഓഫ് കോളനൈസേഷൻ. ആ സമയത്ത് അവർ ബോട്ടിലാണ് നമ്മൾ ബ്രിട്ടീഷേഴ്സ് ഇവിടെ കരിമ്പ് തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വില്ലിംഗ്ലിയും അല്ലാതെയും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു സമയത്ത് ബോട്ടിൽ വരുന്ന സമയത്ത് ഓൾ അറൗണ്ട് ഇന്ത്യ എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലാണ് കോമൺ ആയിട്ട് സംസാരിച്ച് അവരതൊരു കോമൺ ലാംഗ്വേജ് ആക്കി മാറ്റി. ബട്ട് ഈ ഹിന്ദി, ഫിജിയൻ ഹിന്ദി എന്ന് പറയുന്ന ഹിന്ദി നമ്മൾ സംസാരിക്കുന്ന ഹിന്ദിയിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റുമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്നാലും പറയാനൊന്നും പറ്റില്ല, കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. പ്ലസ് അവരതിൻ്റെ മണ്ടയിൽ ഹിന്ദി സംസാരിക്കും, പിന്നെ ഫിജിയൻ ലാംഗ്വേജും സംസാരിക്കും. ആൻഡ് എല്ലാവരും തന്നെ ഇംഗ്ലീഷും സംസാരിക്കും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഇതിവിടെയൊക്കെ ഒന്ന് കാണണം, എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ ടൗൺ എങ്ങനെയാണ്, വില്ലേജ് എങ്ങനെയാണെന്നൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഇവിടെ ടൗണിന് ക്ലോസ് ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ് നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടികൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളൂ കേട്ടോ. നാളെ നമ്മൾ ഫിജി വില്ലേജൊക്കെ കാണാൻ പോകുന്ന വീഡിയോ ഞാൻ എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കഴിക്കുന്ന സാധനത്തിൻ്റെ പേര് കൊക്കോണ്ട എന്നാണ്. അതായത് പച്ച മീനാണ്. പച്ച മീനിട്ടിട്ട് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്ത ഒരു ഡിഷാണിത്. ആക്ച്വലി എനിക്കതിന് വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയ ഫുഡ് കഴിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാൾ ഇരുന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടെ കഴിക്കുന്ന സാധനം കപ്പയാണ്. നമ്മുടെ കപ്പ അവർ വേവിക്കില്ല, വറുത്തിട്ടാണ് കഴിക്കുന്നത്.